ഈ ഫോട്ടോയിൽ കാണുന്ന രണ്ടാമത്തെ വ്യക്തിയെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? പല ആളുകൾക്കും ഒന്നാമത്തെ വ്യക്തിയെ അറിയുണ്ടാവും. കേരളത്തിലെ വെറുപ്പും വിദ്വേഷവും വമിപ്പിക്കുന്നതിൽ വലിയ ഒരു പങ്ക് വഹിക്കുന്ന സംഘപരിവാറിൻ്റെ കയ്യിൽ നിന്ന് ഓഫർ അടക്കം വാങ്ങിക്കൊണ്ട് അതടക്കം സ്വീകരിച്ചുകൊണ്ട് അത്തരത്തിലുള്ളൊരു ഒരു വെറുപ്പ് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വയം പ്രഖ്യാപിത നുണയനായിട്ടുള്ള, ഞാൻ നുണ പറയുമെന്ന് സ്വയം തന്നെ പറഞ്ഞിട്ടുള്ള ഒരു ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുമിച്ച് വീഡിയോകളൊക്കെ ചെയ്ത് പലപ്പോഴായി പരിചയമുള്ള, അല്ലെങ്കിൽ ചില ആളുകളെങ്കിലും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് സാഹിൽ എന്ന് പറയുന്നൊരു വ്യക്തി. ഇദ്ദേഹം ആരിഫ് എന്താണോ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവിടെയുള്ള സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുക, ഇവിടെ വെറുപ്പുൽപാദനം ഉണ്ടാക്കുക, വിവിധ മതസ്ഥർ തമ്മിൽ ഭിന്നിപ്പിക്കുക, അവരെ പരസ്പരം വെറുപ്പ് ഉണ്ടാക്കുക, ഇതുപോലുള്ള കാര്യങ്ങൾ അഖിലേന്ത്യാ തലത്തിൽ ചെയ്തു വന്നിരുന്ന ഒരു വ്യക്തിയാണ് ഈ സാഹിൽ എന്ന് പറയുന്നൊരു വ്യക്തി. ഇവർ പരസ്പരം ഒരുമിച്ച് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഇപ്പോൾ സംഭവിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, ഇതിൽ ഒന്നാമത്തെ വ്യക്തി ഇപ്പോഴും വെറുപ്പുൽപാദനമായിട്ട് മുന്നോട്ട് പോവുകയാണ്. രണ്ടാമത്തെ വ്യക്തി അഖിലേന്ത്യാ തലത്തിൽ വെറുപ്പുൽപാദനം നടത്തിയിരുന്ന ഈ സാഹിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള വാർത്തകൾ എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഇസ്ലാമിലേക്ക് തിരിച്ചു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ഞാൻ ആ വ്യക്തിയുടെ കുറേ കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതിനപ്പുറത്ത് ഇതുപോലുള്ള ചില വിഷയങ്ങൾ, ചില ആളുകൾക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സാഹിലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്തുകൊണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ വളരെ ശക്തമായിക്കൊണ്ട് വളരെ വൃത്തികെട്ട രൂപത്തിൽ ഇസ്ലാമിനെയും അതുപോലെ തന്നെ മുഹമ്മദ് നബിയെയും മുസ്ലിങ്ങളെയും മോശം പറയുകയും അതുപോലെ തന്നെ വെറുപ്പുൽപാദനം നടത്തുകയും ചെയ്ത ഒരാൾ എന്തുകൊണ്ട് ഇസ്ലാമിലേക്ക് തിരിച്ചു പോകുന്നു? അതിന് കാരണം ഒരുപക്ഷെ നമുക്കറിയില്ല. ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിലേക്ക് കയറാനോ അല്ലെങ്കിൽ അവർക്ക് എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ അത് ജെന്യൂനാണോ, ഇതൊന്നും നമുക്ക് വിധിക്കാൻ അർഹതയില്ല. ഓരോരുത്തരും അവരവരുടെ കൺവിക്ഷൻ അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ. അത് കാര്യം ബോധ്യപ്പെട്ട് ഇസ്ലാമിലേക്ക് തിരിച്ചു പോയതാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സ്റ്റേണൽ ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാവാം. പല ആളുകളും ഉമ്മയോടുള്ള സ്നേഹം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഏത് കാരണം കൊണ്ടാണെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ വെറുപ്പുൽപാദനം നിർത്തിക്കൊണ്ട് ഇസ്ലാമിലേക്ക് തിരിച്ചുപോയി മുസ്ലിമായി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള സ്റ്റാറ്റസ്. ഞാൻ ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിലേക്ക് തിരിച്ചു വരുന്നതിന് മുമ്പ് ഏതാനും ചില ആളുകളെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. അവരുടെ ഒരു ജേണി നമ്മൾ ജസ്റ്റ് ഏതാനും ചില സമയത്തിനുള്ളിൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി PM അയ്യൂബ് എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. അയ്യൂബ് മൗലവി എന്നൊക്കെ നമ്മൾ അറിയപ്പെടുന്ന വ്യക്തി. അദ്ദേഹം നമ്മളൊക്കെ പൊതുവെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇസ്ലാം വിമർശന രംഗത്ത് അതിശക്തമായിട്ടുണ്ടായിരുന്നു. നമ്മൾ പൊതുവെ പറയാറുണ്ട്, ഈ എക്സ് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലുള്ള നിരീശ്വരവാദികൾക്കിടയിൽ കുറച്ച് കാമ്പുള്ള, കുറച്ച് ഡെപ്തിൽ ഇസ്ലാമിനെ വിമർശിക്കുന്ന ഏക വ്യക്തി എന്ന് നമ്മൾ പരസ്പരം പറയാറുള്ള ഒരു വ്യക്തിയാണ് ഈ അയ്യൂബ് മൗലവി എന്ന് പറയുന്നത്. ഇദ്ദേഹം എന്താണ് ചെയ്തത്, അല്ലെങ്കിൽ ഇദ്ദേഹം ആരായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. എസൻസിൻ്റെ അടക്കം വേദികളിൽ ഇസ്ലാം വിമർശനങ്ങളും അതുപോലെ തന്നെ കുറച്ച് സ്വതന്ത്ര ചിന്ത അല്ലെങ്കിൽ നിരീശ്വരവാദി എന്ന രൂപത്തിലൊക്കെ പ്രത്യക്ഷപ്പെടുകയും അതിനുവേണ്ടി വർഷങ്ങളോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം അതിനുവേണ്ടി നീക്കിവെക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. ഇദ്ദേഹം ഇപ്പോൾ എവിടെയാണുള്ളത്? ഇപ്പം ഇദ്ദേഹം ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ്. ഇത് നമ്മുടെ ചാനലിലടക്കം അദ്ദേഹവുമായിട്ടുള്ള ഇൻ്റർവ്യൂ അവൈലബിൾ ആണ്. കാണാത്തവർ കാണുന്നത് നല്ലതാണ്. ഇനി അടുത്ത ഒരു വ്യക്തിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. ഹംസ കാഞ്ഞിരപ്പള്ളി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹത്തിന് ഒരുപക്ഷെ ഈ ഒരു യൂട്യൂബ് യുഗത്തിന് ശേഷമുള്ള ആളുകൾക്ക് അത്ര അധികം പരിചയം ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ മുമ്പ് ഫേസ്ബുക്കിൽ വളരെയധികം ശക്തമായി ഗ്രൂപ്പുകളിലൂടെ ഡിസ്കഷൻസ് നടക്കുന്ന കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ മൊത്തം ഫാബ്രിക്കിനെ അടക്കം വലിയ രൂപത്തിൽ ബാധിച്ച ഒരു ഗ്രൂപ്പാണ് ഫ്രീ തിങ്കേഴ്സ് എന്ന് പറയുന്നത്. ഒരു 10,000-കണക്കിന് അംഗങ്ങളുള്ള വലിയൊരു ഗ്രൂപ്പായിരുന്നു ഫ്രീ തിങ്കേഴ്സ് എന്ന് പറയുന്നത്. ആ ഫ്രീ തിങ്കേഴ്സിൻ്റെ അഡ്മിനായിരുന്നു ഈ ഹംസ കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹം നിരീശ്വരവാദത്തിനു വേണ്ടി ഇസ്ലാമിനെതിരായിട്ട് വലിയ രൂപത്തിൽ അതിനുവേണ്ടി പ്രചാരണങ്ങളും അതുപോലെ തന്നെ പോസ്റ്റുകളും അങ്ങനെയുള്ളൊരു ഗ്രൂപ്പ് പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയ വ്യക്തിയാണ്. ഇദ്ദേഹം ഇന്ന് മുസ്ലിമാണ്. ഇസ്ലാമിൽ ജീവിച്ച് അല്ലെങ്കിൽ ഇസ്ലാമിക വിശ്വാസവുമായി മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹവുമായിട്ടും നമ്മളൊരു ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. അത് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. കാണാത്തവർ കാണുന്നത് നല്ലതാണ്. അപ്പോൾ ഏതായാലും ഇങ്ങനെ 1, 2, 3 ആളുകളുടെ ജീവിതകഥ നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ വ്യക്തി തന്നെയാണ് ആരിഫ് ഹുസൈൻ എന്ന് പറയുന്നൊരു വ്യക്തി. ഇദ്ദേഹത്തിൻ്റെ ജീവിതചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം മുസ്ലിമായിരുന്നു, പിന്നീട് എത്തീസ്റ്റായി അല്ലെങ്കിൽ നിരീശ്വരവാദിയായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വതന്ത്ര ചിന്തകനാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെയും തുടക്കം അങ്ങനെ തന്നെയാണ്. അദ്ദേഹം നിരീശ്വരവാദിയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ന് അദ്ദേഹം ഒരു സംഘപരിവാറിന് വേണ്ടി ഓഫർ അടക്കം സ്വീകരിച്ചുകൊണ്ട് സംഘപരിവാർ പ്രചാരകനായിക്കൊണ്ടാണ് ഇന്ന് നമുക്ക് അദ്ദേഹത്തെ കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ഇസ്രയേലിന് വേണ്ടി ലോകത്ത് ഇന്ന് 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വംശഹത്യ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ വംശഹത്യയെ ന്യായീകരിക്കാൻ വേണ്ടി ഒരു ജനോസൈഡ് അപ്പോളജിസ്റ്റ് ആയിക്കൊണ്ടാണ് അദ്ദേഹത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്വതന്ത്ര ചിന്തകനായിരുന്നു, ഇപ്പോൾ അദ്ദേഹം ഒരു ജനോസൈഡ് അപ്പോളജിസ്റ്റാണ്. അതുപോലെ തന്നെ ഈ സംഘപരിവാർ പ്രചാരകനായിട്ടാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോരുത്തരുടെ ലൈഫ് സ്റ്റോറി നമ്മൾ കാണണം. ആദ്യം നിരീശ്വരവാദികളായിരുന്നു ഇപ്പോൾ പറഞ്ഞ എല്ലാ ആളുകളും.
ആളുകളും. സാഹിൽ നിരീശ്വരവാദിയായിരുന്നു, ഇപ്പോൾ മുസ്ലിമാണ്. അതേപോലെ തന്നെ അയ്യൂബ് മൗലവി നിരീശ്വരവാദിയായിരുന്നു, ഇപ്പോൾ മുസ്ലിമാണ്. ഹംസ കാഞ്ഞിരപ്പള്ളി നിരീശ്വരവാദിയായിരുന്നു, ഇപ്പോൾ മുസ്ലിമാണ്. ആരിഫ് ഹുസൈൻ നിരീശ്വരവാദിയായിരുന്നു, സ്വതന്ത്ര ചിന്തകനായിരുന്നു, ഇപ്പോൾ ഒരു ജനോസൈഡ് അപ്പോളജിസ്റ്റാണ്. അടുത്തതായിട്ട് നമുക്ക് കാണുന്ന എ ജബ്ബാർ ഇദ്ദേഹവും പിന്നെ പതിറ്റാണ്ടുകളായി യുക്തിവാദിയാണ് അല്ലെങ്കിൽ നിരീശ്വരവാദിയാണ്, സ്വതന്ത്ര ചിന്തകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളീയ പൊതുമണ്ഡലത്തിൽ പ്രവർത്തിക്കുകയും ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതുകയും വെറുപ്പുൽപാദനം നടത്തുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹവും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഈ നിരീശ്വരവാദം, സ്വതന്ത്ര ചിന്തകർ അല്ലെങ്കിൽ അതിൻ്റെ പ്രചാരകൻ നടത്തുക എന്നുള്ള ഒരു അർത്ഥത്തിലായിരുന്നു ആദ്യം മുന്നോട്ട് വന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് അദ്ദേഹം ഒരു മുസ്ലിം വിരുദ്ധ പ്രചാരകൻ അല്ലെങ്കിൽ ഇസ്ലാം വിരുദ്ധ പ്രചാരകൻ, ഘർവാപ്പസി പീഡന കേന്ദ്രങ്ങളിലൊക്കെ ഈ പറഞ്ഞ ഘർവാപ്പസി നടത്താൻ സംഘികൾക്ക് കോണ്ടന്റ് കൊടുക്കുക, ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള പണി. അത് പ്രതീഷ് വിശ്വനാഥ് അടക്കം പറഞ്ഞൊരു കാര്യമാണല്ലോ. ഞങ്ങൾ ഘർവാപ്പസി പീഡന കേന്ദ്രങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ പിന്നെ സംസാരങ്ങളാണ് ഉപയോഗിക്കാറുള്ളത്, ഇദ്ദേഹത്തിൻ്റെ പിന്നെ പഠനങ്ങളാണ് ഉപയോഗിക്കാറുള്ളത് എന്നാണ്. അപ്പോൾ ആദ്യം സ്വതന്ത്ര ചിന്തകനായിരുന്നു, ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഘർവാപ്പസി പീഡന കേന്ദ്രങ്ങളിൽ ഈ വെറുപ്പുൽപാദനത്തിന് വേണ്ടിയുള്ള കോണ്ടന്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ എല്ലാവരെയും കുറിച്ചല്ല പറയുന്നത്, നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് നിരീശ്വരവാദികൾ ഉണ്ടാവും, പക്ഷേ അവരുടെ മൊത്തം ജേണി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഒരു സാധിക്കുന്നൊരു കാര്യമില്ലല്ലോ. നമുക്കറിയുന്ന നിരീശ്വരവാദികളെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുകയാണ്. അവർ ആദ്യം എവിടെയാണ് സ്വതന്ത്ര ചിന്തകർ, മാനവികത, അതുപോലെ തന്നെ മനുഷ്യത്വം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള ജസ്റ്റ് ഒരു ജേണി നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്തത് ലോക്കലായ ആൾക്കാരെ ഒഴിവാക്കിയിട്ട് നമുക്ക് പിന്നെ അന്താരാഷ്ട്ര തലത്തിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതേ രൂപത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഈ വ്യക്തിയെ ചില ആളുകൾക്കെങ്കിലും പരിചയം ഉണ്ടാവും. റിദ്വാൻ എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ റിദ്വാനെ ഇദ്ദേഹം ഒരു ചില്ലറ ആളല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ നമ്മൾ പിക്ക് ചെയ്ത് കൊണ്ടുവരില്ല. എ ജബ്ബാർ അടക്കം ഇദ്ദേഹത്തിൻ്റെ ചാനലായിരുന്നു അതിൽ കണക്ട് ചെയ്ത് വെച്ചിരുന്നത്. നമുക്ക് യൂട്യൂബ് ചാനൽ കണക്റ്റഡ് ചാനൽസ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു ചാനലാണ് ഈ റിദ്വാൻ്റെത്. റിദ്വാനും ഒരു എക്സ് മുസ്ലിമാണ്, സ്വതന്ത്ര ചിന്തകനാണ്, എത്തീസ്റ്റാണ് എന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. ഇന്ന് അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്. ഒരു ക്രിസ്ത്യനാണ്, ഒരു ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടിയൊക്കെ ബ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം വിമർശനം തന്നെയാണ് പ്രധാന പണി, പക്ഷേ ഇന്ന് അദ്ദേഹം ഒരു ക്രിസ്ത്യനാണ്. അപ്പോൾ സ്വതന്ത്ര ചിന്തകനായിരുന്നു, ഇപ്പോൾ ക്രിസ്ത്യാനിയാണ്. അടുത്ത ഒരു വ്യക്തിയെ ഇത് കുറച്ചും കൂടി പിന്നെ ഹയർ ഗ്രേഡാണ്. പിന്നെ നമുക്കറിയാം ഈ നവനാസ്തികതയെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഈ നവനാസ്തികതയുടെ 4 കുതിരപ്പടയാളികൾ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു വെയ്വിന് തുടക്കം കുറിച്ച 4 ആളുകൾ നമ്മൾ പറയാറുണ്ട്. പിന്നീട് അതിലേക്ക് ഒരാളെയും കൂടി ആഡ് ചെയ്തുകൊണ്ട് 5 കുതിരപ്പടയാളികൾ എന്ന് നമ്മൾ പറയാറുണ്ട്. അതിൽപ്പെട്ട 5ാമത്തെ കുതിരപ്പടയാളിയാണ്, അതായത് ലോകത്തെ മൊത്തം നിരീശ്വരവാദ അല്ലെങ്കിൽ നവനാസ്തിക മൂവ്മെൻറ്റിൻ്റെ 5ാമത്തെ കുതിരപ്പടയാളി എന്ന് അവർ തന്നെ വിശേഷിപ്പിച്ചിട്ടുള്ള അത്രയേറെ നിരീശ്വരവാദത്തിൻ്റെ വലിയൊരു നേതാവായി അല്ലെങ്കിൽ അതിൻ്റെ ഒരു മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് പറഞ്ഞ ഒരു വ്യക്തിയാണ് അയാൻ ഹിർസി അലി എന്ന് പറയുന്നത്. ഈ അയാൻ ഹിർസി അലി നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള നിരീശ്വരവാദികളും എക്സ് മുസ്ലിങ്ങളൊക്കെ വലിയ രൂപത്തിൽ പ്രൊമോട്ട് ചെയ്തൊരു വ്യക്തിയാണ്. ഇന്ന് അവർ ക്രിസ്ത്യനാണ്. അവർ ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ചുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയെ പിന്നെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഡിബേറ്റുകൾ പോലും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് അവർ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്നത് ഓരോരുത്തരുടെ ജേണി നമ്മുടെ മനസ്സിൽ വേണം, എന്നിട്ട് അവസാനം നമ്മളതിലേക്ക് എന്താണ് മനസ്സിലാക്കുന്നത് വരാം. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി, ഈ നവനാസ്തികതയുടെ അല്ലെങ്കിൽ ആഗോളതലത്തിലുള്ള നവനാസ്തികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 1ാമത്തെ കുതിരപ്പടയാളി, അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് റിച്ചാർഡ് ഡോക്കിൻസ് ആണ്. റിച്ചാർഡ് ഡോക്കിൻസ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പ്രഖ്യാപിച്ചത് ഞാനൊരു കൾച്ചറൽ ക്രിസ്ത്യനായി അറിയപ്പെടുന്നു. ഒരു വിശ്വാസപരമായിട്ട് ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു കൾച്ചറൽ ക്രിസ്ത്യനായിക്കൊണ്ടാണ് അടയാളപ്പെടുത്തുന്നത് എന്ന് പറയാനാണ് ഈ വ്യക്തിയെ കാണാൻ സാധിക്കുക. അപ്പോൾ അദ്ദേഹം ഒരു നിരീശ്വരവാദി അല്ലെങ്കിൽ എത്തീസ്റ്റ്, ന്യൂ എത്തീസ്റ്റ് എന്നൊക്കെ പറഞ്ഞു ഒരു കൾച്ചറൽ ക്രിസ്ത്യൻ എന്നുള്ള രൂപത്തിലേക്കാണ് അദ്ദേഹം പോയിട്ടുള്ളത്. ഒരു വിശ്വാസപരമായിട്ട് ക്രിസ്ത്യാനൊന്നും ആയിട്ടില്ലെങ്കിലും കൾച്ചറൽ ക്രിസ്ത്യൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോരുത്തരുടെയും ജേണി നമ്മൾ പരിശോധിച്ച് നോക്കും. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ ഒന്നുകൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം സി രവിചന്ദ്രനെ പല ആളുകൾക്കും പരിചയം ഉണ്ടാകും. അദ്ദേഹവും ഒരു നിരീശ്വരവാദി, നവനാസ്തികൻ എന്ന രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെയും ഒരു തുടക്കം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ജേണി നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ പിന്നീട് നമ്മൾ കാണുന്നത് ഒരു വംശഹത്യ അപ്പോളജിസ്റ്റും അതുപോലെ തന്നെ സംഘപരിവാറിന് വേണ്ടി അവരുടെ BJPയുടെ ഒരു പൊളിറ്റിക്കൽ അജണ്ടകൾ എന്തൊക്കെ വേണോ അതിനൊക്കെ ന്യായീകരിക്കുന്ന ഒരു ന്യായീകരണ തൊഴിലാളിയായിട്ടാണ് അദ്ദേഹത്തെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. കർഷക ബില്ലാകട്ടെ, അതുപോലെ തന്നെ NRC ആകട്ടെ, CA ആകട്ടെ, ഇങ്ങനെയുള്ള ഏതേത് BJPയുടെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അതിനൊന്ന് ഡിഫെൻഡ് ചെയ്യാൻ, ഭൗതികമായി ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇദ്ദേഹത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ ഇനിയും കൂടുതൽ പറയുന്നില്ല. ഏത് നിരീശ്വരവാദ മേഖലയിൽ വളരെ അറിയപ്പെടുന്ന കുറച്ച് ആളുകളെയും അതുപോലെ തന്നെ നമുക്ക് ചുറ്റിലൊക്കെ ഉള്ള കുറച്ച് ആളുകളെയും എടുത്തു എന്ന് മാത്രം. അപ്പം ഇതിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താ, ഈ വ്യക്തികൾ, ഞാനിവിടെ പറഞ്ഞ എല്ലാ വ്യക്തികളും ഇവരെല്ലാവരും നിരീശ്വരവാദം എന്ന അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്ത എന്ന് അവർ പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലായിരുന്നു ഉണ്ടായിരുന്നത്.
പക്ഷേ ഇപ്പോൾ അവർ ആ പ്ലാറ്റ്ഫോമിലില്ല. അല്ലെങ്കിൽ ഇപ്പോൾ അവർ ആ ഒരു നിരീശ്വരവാദ പ്രചാരണം, സ്വതന്ത്ര ചിന്താ പ്രചാരണം എന്നുള്ളതല്ല അവരുടെ പ്രധാന പണിയെന്ന് പറയുന്നത്. ഇപ്പോൾ ഒന്നുകിൽ ചില ആൾക്കാർ മുസ്ലിമായി, അല്ലെങ്കിൽ ചില ആൾക്കാർ ക്രിസ്ത്യനായി, അല്ലെങ്കിൽ ചില ആൾക്കാർ വംശഹത്യാ അപ്പോളജിസ്റ്റുകളും അല്ലെങ്കിൽ സംഘപരിവാറിന് വേണ്ടി ഓഫർ വാങ്ങിയിട്ടും വാങ്ങാതെയും പണിയെടുക്കുക പോലെയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടത് ഈ വ്യക്തികളെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളതിനപ്പുറത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുക എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇപ്പം ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടെന്നായി കേരളത്തിൽ ഇപ്പോൾ ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിന് വേണ്ടി വാദിച്ച പ്രധാനപ്പെട്ട ആളുകൾ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആരാണ് വരുന്നതെന്ന് ആലോചിച്ച് നോക്കാം. ഫോർ എക്സാമ്പിൾ എം എം അക്ബറിനെ കുറിച്ച് നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്നതാണ്, ഇസ്ലാമിന് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തി എന്ന രൂപത്തിൽ. പക്ഷേ എം എം അക്ബർ പണ്ടും ഇസ്ലാമിന് വേണ്ടി ഇസ്ലാമാണ് ശരി, ഇസ്ലാമാണ് ദൈവികം, അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന നിങ്ങൾ കേൾക്കുന്നുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വാദം എന്താ, അദ്ദേഹം ഇപ്പോഴും ഇസ്ലാമിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. വേറെ ഏതെങ്കിലും ഇപ്പോൾ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന അവർ പണ്ട് മുതലേ എന്താണോ ദൈവികം, അവരുടെ കൺവിക്ഷൻ, അവരുടെ ശരിയാണെന്ന് തോന്നുന്നൊരു കാര്യത്തിന് വേണ്ടി അവരിപ്പോഴും അന്നും ഇന്നും എല്ലാ കാലത്തും ഇങ്ങനെ പോകുന്നു. വ്യക്തികൾക്ക് മാറ്റം സംഭവിക്കില്ല എന്നല്ല പറയുന്നത്. പൊതുവായി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാമിന് വേണ്ടി സംസാരിക്കുന്നവരാണെങ്കിലും അങ്ങനെ ഓരോ ആശയത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ അവർ ആ രൂപത്തിൽ തന്നെ അവരുടെ ആശയത്തിൻ്റെ പോസിറ്റീവായ കാര്യങ്ങൾ പറഞ്ഞ് അതിനെതിരെ വരുന്ന വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞ് ഇങ്ങനെ പോവാൻ. പക്ഷേ എന്തുകൊണ്ടാണ് സ്വതന്ത്ര ചിന്തയിലോ അല്ലെങ്കിൽ ഈ നിരീശ്വരവാദത്തിലോ അത് പോസിബിൾ ആകാത്തത്? എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ഈ വ്യക്തികളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. അവരെപ്പോഴെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിരീശ്വരവാദമാണ് ശരി, സ്വതന്ത്ര ചിന്തയാണ് ശരി, അതാണ് സമൂഹത്തിന് നല്ലത്, ആ സ്വതന്ത്ര ചിന്ത നിങ്ങൾ സ്വീകരിച്ചാൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ചിന്താ രീതിയിലേക്ക്, അല്ലെങ്കിൽ ഒരു ജീവിത രീതിയിലേക്ക്, ജീവിത ദർശനത്തിലേക്ക്, അതിലേക്ക് നിങ്ങൾ കടന്നു വന്നാൽ, ജനങ്ങളെ നിങ്ങൾ അതിലേക്ക് വന്നാൽ ഒരു നല്ല ജീവിതം സാധ്യമാവുക, അതല്ലെങ്കിൽ ഒരു നല്ല സാമൂഹ്യക്രമം ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ കൂടുതൽ നന്മയുള്ളവനാവുക, ഈ പറഞ്ഞ ഒരു അവസ്ഥയിലാണ് എന്ന് അവരുടെ ആദ്യ കാലഘട്ടത്തിലൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് അവർക്കത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് അതിനുവേണ്ടി സംസാരിക്കാനും അതിനുവേണ്ടി ഡിബേറ്റ് ചെയ്യാനും ഇവർക്ക് സാധിക്കാത്തത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവർ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നത്. ഇതിൽ ചില ആൾക്കാരൊക്കെ വളരെ പഠിച്ചു മാറിയ ആളുകളുണ്ട്, ചില ആളുകൾ അതിൽ നിന്നും സ്വാഭാവികമായി മാറുന്നൊരവസ്ഥ നമ്മൾ കാണുകയാണ്. എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ആശയത്തിൻ്റെ സ്വാഭാവികമായൊരു പരിമിതിയാണിത്. ഈ ആശയത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ ഒരു ധാർമ്മിക വീക്ഷണമോ ലോകവീക്ഷണമോ മുന്നോട്ട് വെക്കാനില്ല. നമ്മളൊരു ആശയത്തിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ആശയത്തിൻ്റെ പോസിറ്റീവ് എന്തെങ്കിലും സംസാരിക്കണം. ഇവർക്ക് എപ്പോഴും പറയാനുള്ളത് അത് നോക്കൂ, ഇത് പ്രശ്നമാണ്, അത് പ്രശ്നമാണ്, ഇത് വിമർശിക്കണം, അത് വിമർശിക്കണം എന്ന് പറയല്ലാതെ ഇവരുടെ ആശയത്തിൻ്റെ എന്തെങ്കിലും പോസിറ്റീവ് പറയാനോ അതിനുവേണ്ടി സംസാരിക്കാനോ അതിനുവേണ്ടി രംഗത്ത് വരാനോ ഇവർക്കൊന്നുമില്ല. മറ്റുള്ളവരെ കുറ്റം ഇങ്ങനെ പറഞ്ഞു നടക്കുക എന്നുള്ളതല്ലാതെ ഇവർക്കൊന്നുമില്ല. അതുകൊണ്ടാണ് ഇവർക്ക് പല ആൾക്കാരും ക്രിസ്ത്യാനിയാകുന്നു, പല ആൾക്കാരും വംശഹത്യ അപ്പോളജിസ്റ്റുകൾ, ജനോസൈഡ് അപ്പോളജിസ്റ്റുകളാകുന്നു. ഇങ്ങനെ പല രൂപത്തിലേക്ക് പോകുന്നത്. ഇവർക്കൊരു കൃത്യമായ ഒരു മാനദണ്ഡമില്ല, കൃത്യമായ ഒരു അടിസ്ഥാനമില്ല. അവിടെയാണ് നമ്മൾ ചില ആൾക്കാർ എന്ത് ചെയ്യുന്നു, ആ ഒരു അടിസ്ഥാനം ഇല്ലാന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ നല്ല പഠനം നടത്തുന്നു. അവർ ചില ആളുകളൊക്കെ വളരെ ജെന്യൂനായി തന്നെ ഇസ്ലാമിലേക്ക് അടക്കം തിരിച്ചു വരുന്നുണ്ട്, മതത്തിലേക്ക് അടക്കം തിരിച്ചു വരുന്നുണ്ട്. വളരെ നല്ല കാര്യം. പക്ഷേ അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ എന്തിനെങ്കിലും ഒന്നിൽ തടയാൻ കഴിയുന്നില്ല. ഇപ്പം എക്സ് മുസ്ലിം സാഹിലിൻ്റെ വിഷയം എടുക്കുക. അദ്ദേഹം ചില ആൾക്കാരൊക്കെ പറയുന്നത് പഠിച്ചു ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നു. ചില ആൾക്കാരൊക്കെ പറയുന്നു സ്വന്തം ഉമ്മയോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഉമ്മയോടുള്ള ഒരു സ്നേഹത്തിൻ്റെ പേരിലാണ് അദ്ദേഹം ഈ പറഞ്ഞ സ്വതന്ത്ര ചിന്ത ഒഴിവാക്കിയിട്ട് ഇസ്ലാമിലേക്ക് പോകുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇദ്ദേഹം വളരെ ജെന്യൂനായി ഒരു കൺവിക്ഷനോടുകൂടി സ്വതന്ത്ര ചിന്ത അല്ലെങ്കിൽ നിരീശ്വരവാദം എന്നത് അദ്ദേഹത്തിൻ്റെ ബോധ്യമായിരുന്നെങ്കിൽ മറ്റെന്ത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് അതൊരു ബോധ്യമായി കിടക്കും അല്ലേ. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ഉമ്മയോട് ഏറ്റവും നല്ല രൂപത്തിൽ സ്നേഹത്തോട് നിലനിൽക്കാനല്ലേ പറ്റുക. അപ്പോൾ വേറെ ഇസ്ലാമിക രാജ്യമായാൽ ഹിന്ദു ആവും, പിന്നെ അതുപോലെ തന്നെ സംഘപരിവാർ പിടിമുറുക്കിയാൽ മുസ്ലിം ആകും എന്നൊക്കെ പറയുന്ന ചില ആൾക്കാർ. അപ്പോൾ ഏത് പൊളിറ്റിക്കലി ഏത് സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഒരാളൊരു കൺവിക്ഷനോടുകൂടി ഒരു നിരീശ്വരവാദി ആണെന്നുണ്ടെങ്കിൽ അത് ഹിന്ദു രാഷ്ട്രം വന്നാലും മുസ്ലിം രാഷ്ട്രം ആയാലും അയാൾ സ്വതന്ത്ര ചിന്തകൻ തന്നെ ആവൂലേ, അല്ലെങ്കിൽ അയാൾ ഒരു നിരീശ്വരവാദി തന്നെ ആവൂലേ. പക്ഷേ ഹിന്ദു രാഷ്ട്രം വന്നാൽ മുസ്ലിം ആവും, അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രം വന്നാൽ ഹിന്ദു ആവും എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആലോചിച്ചൊക്കെ ഞാനൊരു മുസ്ലിമാണ്, ഞാൻ പറയാണ് ഇവിടെയുള്ള ഒരു ഹിന്ദു രാഷ്ട്രം വന്നുകൊണ്ട് ഇവിടെയുള്ള ദളിതന്മാരെ പീഡിപ്പിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ ഞാൻ ദളിതനാകും, അല്ലെങ്കിൽ ദളിത് ആ രൂപത്തിലേക്ക് മാറും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ ആ രൂപത്തിൽ ഇപ്പോൾ മതപരിവർത്തനം നടത്തിക്കൊണ്ട് തന്നെ അവരുടെ മതത്തിലേക്ക് മാറിക്കൊണ്ട് ഞാൻ അവരുടെ കൂടെ ആകും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഞാനിപ്പം നിൽക്കുന്ന ഇസ്ലാം എന്ന് പറയുന്നൊരു സാധനത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ ആക്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ പറയുന്നത് ഒരു ഹിന്ദു രാഷ്ട്രം വന്നിട്ട് ദളിതന്മാരെ പീഡിപ്പിക്കുന്ന ഒരു അവസ്ഥ വന്നാലും ഒരു മുസ്ലിമായി തന്നെ ഞാൻ എന്ത് ചെയ്യും, ആ ദളിത് പീഡനങ്ങൾക്കെതിരായി നിലനിൽക്കും. കാരണം എൻ്റെ മതം അത്തരമൊരു അവസ്ഥയിലും ദളിതന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ, പീഡിപ്പിക്കുന്നവർക്കെതിരെ പീഡിതർക്ക് വേണ്ടി സംസാരിക്കാൻ എൻ്റെ മതം എന്നെ പ്രാപ്തനാക്കും എന്നല്ലേ ഞാൻ പറയാം. കാരണം എന്താ, ഞാനവിടെ എൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ത് അവിടെ പീഡിതർക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളത്. അപ്പോൾ അവിടെ പറയാണ് ഒരു എക്സ്റ്റേണൽ ഫാക്ടർ വന്നാൽ, ഒരു പൊളിറ്റിക്കൽ സിനാറിയോ മാറിയാൽ ഞാൻ മുസ്ലിം ആവും, ഹിന്ദു ആവും, അങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ
ഇപ്പം നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ കാര്യമായിട്ടൊന്നുമില്ല. അവിടെ ഇങ്ങനെ കുറേ ആൾക്കാരെ കുറ്റം പറഞ്ഞ് പരദൂഷണം പറഞ്ഞ് നടക്കുക എന്നുള്ളതല്ലേ, വേറൊന്നുമില്ല. ഒന്നാൾക്ക് പതിറ്റാണ്ടുകളായി കേരളത്തിൽ യുക്തിവാദിയാണെന്ന് പറഞ്ഞ് നടക്കുന്ന എ ജബ്ബാറിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹത്തിന് ഇപ്പം ഈ ഘർ വാപ്പസി പീഡന കേന്ദ്രങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അധ്യാപനങ്ങൾ, അദ്ദേഹത്തിൻ്റെ സ്പീച്ചസ് കേൾപ്പിച്ചിട്ട് ആൾക്കാരെ ഹിന്ദു മതത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അത്രേ. അതിനേക്കാൾ വലിയൊരു അപമാനം എന്താ? അദ്ദേഹത്തിന് പത്മശ്രീ കൊടുക്കാൻ സംഘികൾ ആലോചിക്കുന്നൊരവസ്ഥ. ഇതിൻ്റെ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുക? ഞാൻ പറയുന്നത് ഏതെങ്കിലും വ്യക്തികളുടെ ഒരു പ്രശ്നമായിട്ടല്ല ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഒരു 21-ാം നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ ജനോസൈഡിന് വേണ്ടി ഇങ്ങനെ നിരന്തരം ലൈവ് നടത്തുന്ന ഒരവസ്ഥ ഈ സി രവീന്ദ്രനാണെങ്കിലും അതുപോലെ തന്നെ സ്വയം പ്രഖ്യാപിത നുണയിനൊക്കെ സംഭവിക്കുന്നൊരവസ്ഥ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇവർക്ക് ഇവരുടേതായ ഒരു പ്രതലമില്ല, ഇവർക്ക് ഇവരുടേതായ ഒരു ആശയമില്ല. ഓക്കെ, ഇസ്ലാമിനെ ഇവർ കുറ്റം പറയുന്നു, ആയിക്കോട്ടെ. ഇസ്ലാമിനെ കുറ്റം പറയുമ്പോൾ അതിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. എങ്ങനെയാണ് ആ പ്രശ്നമായത്? അത് ചിന്തിക്കാൻ ഇവർക്ക് സമയമില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അതായത് ഇസ്ലാമിലെ ഇന്ന ഒരു കാര്യം തെറ്റാകുന്നു. ഫോർ എക്സാമ്പിൾ, ഇസ്ലാമിലെ വിവാഹ രീതി ശരിയല്ല. അപ്പോൾ നമുക്ക് ഓക്കെ, ഇസ്ലാമിലെ വിവാഹ രീതിക്ക് എന്തോ പ്രശ്നമുണ്ട്, ആ സ്കെയില് ശരിയല്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? ശരിയായൊരു സ്കെയില് പറഞ്ഞു കൊടുക്കണം. അതാ ഇത് തെറ്റാണ്, ഇതാണ് ശരി. ഒരു ശരിയെ കാണിച്ചുകൊണ്ടാണല്ലോ ഒരു തെറ്റിനെ അളക്കാൻ നമുക്ക് പറ്റുക. അതായത് ഒരു സ്കെയിൽ നമ്മൾ എടുത്തിട്ട് ഇതിലെ മാർക്കിംഗ് ഒന്നും ശരിയല്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇതാണ് ശരിയായ സ്കെയിൽ, ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, കണ്ടില്ലേ, ഇത് തെറ്റാണ്, ഇത് ശരിയാണെന്ന് പറയാൻ പറ്റും. പക്ഷേ ഇവരുടെ കയ്യിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇസ്ലാമിലെ വിവാഹ രീതി ശരിയല്ല. ഓക്കെ, അപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് ശരിയല്ല എന്ന് പറഞ്ഞത്? അത് നമുക്ക് തോന്നി ശരിയല്ല. ഞങ്ങൾക്ക് അങ്ങനെ തോന്നി, അല്ലെങ്കിൽ പൊതുവിൽ അങ്ങനെ ആലോചിക്കുമ്പോൾ അങ്ങനെ തോന്നി, അത്ര തന്നെ. എങ്ങനെ ഇത് ശരിയല്ല എന്ന് ഒരു തീർപ്പിലെത്തണം എന്നുണ്ടെങ്കിൽ ശരി കാണിച്ചിട്ട് വേണം ഇത് ശരിയല്ല എന്ന് പറയാൻ. ശരിയായൊരു രീതി കാണിച്ചിട്ട് വേണം ഈ ഒരു മാനദണ്ഡമല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ശരിയല്ല എന്ന് പറയാൻ. കാരണം അങ്ങനെ ഒരു സംഭവം ഇല്ല ഇവർക്ക്. ഇവർ ആകെ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ, ഇവർക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത് ശരിയല്ലാന്ന് തോന്നുന്നുണ്ട്, ഇത് ശരിയല്ലാന്ന് തോന്നുന്നുണ്ട്, ഈ ചരിത്രപരമായി ഇന്ന കാര്യം അത്ര നല്ലതല്ലാന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെ തോന്നുക എന്നുള്ളതിനപ്പുറത്ത്, എനിക്കങ്ങനെ തോന്നുന്നു എന്നുള്ളതിനപ്പുറത്ത് ഇവർക്കൊരു മാനദണ്ഡവും ഇല്ല. അതുകൊണ്ടാണ് ഇവർക്ക് പലതിലേക്കും ചായേണ്ടി വരുന്നത്. ചില ആളുകൾക്ക് വംശഹത്യ അപ്പോളജിസ്റ്റുകളാകേണ്ടി വരുന്നു. പൊളിറ്റിക്കൽ കാരണം കൊണ്ട് ഹിന്ദു ആവുക, പൊളിറ്റിക്കൽ കാരണം കൊണ്ട് ക്രിസ്ത്യാനി ആവുക. എന്നിട്ട് ഇപ്പം നേരത്തെ പറഞ്ഞ റിദ്വാൻ എന്നൊക്കെ പറയുന്നൊരു വ്യക്തിയൊക്കെ പൊളിറ്റിക്കൽ കാരണം കൊണ്ട് ക്രിസ്ത്യാനിയായിട്ട് ഇപ്പം ആ ഒരു മുസ്ലിം വെറുപ്പ് തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തേ കാരണം? എന്തിന് ഞാൻ സ്വതന്ത്ര ചിന്തകനായി നിൽക്കണം? ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ നിന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഞാൻ എന്തുകൊണ്ട് സ്വതന്ത്ര ചിന്തകനായി നിൽക്കണം? അതാണ് ശരിയെങ്കിൽ ഓക്കെ, ശരിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് പിന്നെ പരിപൂർണമായും എൻ്റെ ബോധ്യമെങ്കിൽ ഞാൻ ഏത് സാഹചര്യത്തിലും അങ്ങനെ തന്നെ നിൽക്കും. അതല്ല, അങ്ങനൊരു ബോധ്യം ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്കിപ്പം അങ്ങനെ തോന്നുന്നത്, അടുത്തൊരു സാഹചര്യം വന്നാൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും തോന്നും, വേറൊരു സാഹചര്യം വന്നാൽ ചിലപ്പം വേറെ എന്തെങ്കിലും ആവും എന്നുള്ള ഒരു രൂപമാണ് അവിടെയാണ് നമ്മൾ ആലോചിച്ച് നോക്കുക. ഇങ്ങനെ ഒരു സാഹചര്യത്തെ പോലും അതിജയിക്കാൻ സാധിക്കാത്ത, ഒരു പൊളിറ്റിക്കൽ സിനാറിയോ പോലും അതിജയിക്കാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ ഒരു കുടുംബപരമായ ഒരു അവസ്ഥയെ പോലും അതിജയിക്കാൻ സാധിക്കാത്ത ഒരു കാര്യം വെച്ചിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഇസ്ലാം തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഒരു സാഹചര്യത്തെ, ഒരു പൊളിറ്റിക്കൽ സാഹചര്യത്തെ പോലും അതിജയിക്കാൻ സാധിക്കില്ല എന്ന് ഇവർക്ക് തന്നെ അറിയാവുന്നൊരു കാര്യം വെച്ചിട്ടാണ് കാലാധിപർത്തിയായി, അല്ലെങ്കിൽ 14 നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ ജ്വലിച്ചു നിൽക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തെ ഇവരെന്ത് ചെയ്യുന്നത്? ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു കൃത്യമായ ആദർശമുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഈ പ്രതലത്തിൽ നിന്നുകൊണ്ട് ഒരടിസ്ഥാനവും ഇല്ലാത്ത, എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് ജീവിതം, ആരാണ് ഞാൻ, എൻ്റെ ജീവിത ലക്ഷ്യം എന്താണ്, ജീവിതത്തിന് എന്തെങ്കിലും പർപ്പസ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു ഉത്തരവില്ലാത്ത, എന്തെങ്കിലുമൊക്കെ തോന്നുന്ന മാതിരി ജീവിക്കുക, തോന്നുന്നതിനെ വിമർശിക്കുക, തോന്നാത്തതിനെ പിന്നെ എതിർക്കുക, അങ്ങനെയുള്ളൊരു ഒരവസ്ഥയിൽ നിന്നും ഇവർ ചില ആൾക്കാരെന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ കൃത്യമായൊരു ആദർശമുള്ള മതങ്ങളിലേക്ക് നോക്കുമ്പം ഇതിൽ കൃത്യമായൊരു അടിസ്ഥാനമൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ഇത്രയും കാലം തോന്നിയതുമാതിരി പിന്നെ അതും ഇതും പറഞ്ഞു നടന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് കൃത്യമായ ഒരു മാനദണ്ഡങ്ങൾ പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ചില ആളുകളൊക്കെ ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുകയും ഇസ്ലാമിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നത്. അയ്യൂബ് മൗലവി ആണെങ്കിലും ഹംസ കാഞ്ഞിരപ്പള്ളി ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ, നമ്മുടെ ചാനലിലടക്കം ഒരുപാട് ആളുകളുടെ ഇൻ്റർവ്യൂകളൊക്കെ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അതൊക്കെ കാണാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യുന്നു? അങ്ങനെ കുറച്ചൊരു ഈ വെറുപ്പും വിദ്വേഷമൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അതിനെക്കുറിച്ച് പഠിച്ച് ഇസ്ലാമിലേക്ക് തിരിച്ചു പോകുന്ന നമ്മൾ കാണുന്നു. വേറെ ചില ആൾക്കാർ ഈ മാനദണ്ഡം ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്തിലേക്കും വേണമെങ്കിലും വീഴാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് പോകുന്നു. അതുകൊണ്ടാണ് ചില ആൾക്കാർ ഇസ്രായേൽ അപ്പോളജിസ്റ്റുകളായി, ജനോസൈഡ് അപ്പോളജിസ്റ്റുകളായിട്ട് പോകുന്നു, ക്രിസ്ത്യാനികളാവുന്നു, അതേപോലെ തന്നെ അങ്ങനെ പലതും. ആ ക്രിസ്ത്യാനികളാകുന്നതിന് കൾച്ചറൽ ക്രിസ്ത്യൻ എന്നാണ് പറയുന്നത്. ഡോക്കിൻസ് പറയുന്നത് ഓക്കെ, ക്രിസ്ത്യാനിറ്റി പഠിച്ച് മാറുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. ഓക്കെ, ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് പഠിച്ചു അതിൻ്റെ ദൈവശാസ്ത്രം ബോധ്യപ്പെട്ടുകൊണ്ട് മാറുകയാണെങ്കിൽ നല്ലൊരു കാര്യം.
പക്ഷേ കൾച്ചറൽ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പല ആൾക്കാരും മാറുന്നത്. കാരണം എന്താ കൾച്ചറൽ ക്രിസ്ത്യൻ എന്ന് പറയുന്നത്? കാരണം എന്താ വെച്ചാൽ അവർക്ക് തന്നെ അറിയാം ഞങ്ങൾക്ക് ക്രിസ്ത്യാനിറ്റി ബോധ്യപ്പെട്ടോണ്ടെന്നല്ല, പക്ഷെ എന്നാലും ഇപ്പം ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു പൊളിറ്റിക്കൽ ഗ്രൗണ്ടൊക്കെ ഉണ്ടാവണം, അതിനുവേണ്ടി ഞങ്ങൾ കൾച്ചറൽ ക്രിസ്ത്യൻ ആവുന്നു. രവീന്ദ്രനെ പോലുള്ള കൾച്ചറൽ ഹിന്ദുക്കൾ അവർ ചെയ്യുന്നത് വെച്ചാൽ ഒരു എന്താ പറയുക, ഇവിടെ നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥൻ്റെ കൂടെ നിന്നിട്ട് എന്ത് ചെയ്യണം, ആ സംഘപരിവാറിൻ്റെ ഒക്കെ കൂടെ നിന്നിട്ടെങ്കിലും ഇസ്ലാമിനെ എതിർക്കണം. ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എന്തുകൊണ്ട് പോകുന്നു? അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇവർക്ക് ഒരു മാനദണ്ഡവും ഇല്ല, ഇവർക്ക് ഒരു ശരി തെറ്റുമില്ല. അതുകൊണ്ട് ഏത് തെറ്റിലേക്കും ഏത് വൃത്തികേടുകളെ ന്യായീകരിക്കാനും പറ്റുന്നൊരവസ്ഥയിലേക്ക് ഇവർ മാറുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഇത്രേ ഉള്ളൂ, ഇവർക്കൊരു മാനദണ്ഡവും ഇല്ല. ആ ഇല്ലാത്ത മാനദണ്ഡം വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൃത്യമായ മാനദണ്ഡങ്ങളുള്ള ശരിതെറ്റുകളെക്കുറിച്ച് കൃത്യമായ വ്യവസ്ഥകളുള്ള ദർശനങ്ങളെ നോക്കി ഇവർ പല്ലിളിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ പരിശോധിച്ച് നോക്കുക, ഏകദേശം എല്ലാ ഈ നിരീശ്വരവാദികൾ അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകർ എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുള്ള ഏകദേശം എല്ലാവരെയും അവസ്ഥ ഒരു ട്രാക്ക് റെക്കോർഡ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്. ചില ആൾക്കാർ എന്ത് ചെയ്യും, കുറച്ചൊന്ന് ഇതിനൊന്നും ഒരു കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അതൊന്ന് പിന്നോട്ട് പോകും. ചില ആൾക്കാർ കുറച്ച് പഠിച്ച് മതദർശനങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി അതിലേക്ക് തിരിച്ചു പോകും. വേറെ ചില ആൾക്കാർ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എക്സ്ട്രീമിലേക്ക് വംശഹത്യയും അതുപോലെ തന്നെ പീഡനങ്ങളെയും സംഘപരിവാറിനെയൊക്കെ ന്യായീകരിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. ഇങ്ങനെ ആ ഒരു പ്ലാറ്റ്ഫോമിനൊരു സ്റ്റെബിലിറ്റി ഇല്ല എന്നുള്ള ഒരു ബോധ്യമാണ് ഇത്തരം ലൈഫ് ജേണികൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അത് കൂടുതൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒബ്സർവ് ചെയ്യാനും ആ കാര്യങ്ങൾ മനസ്സിലാക്കാനും എല്ലാവരും ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. നമ്മൾ അങ്ങനെയുള്ള ഒരുപാട് ആളുകളുള്ള ഇൻ്റർവ്യൂകളടക്കം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതൊക്കെ കാണാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.